ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. പുലർച്ചെ 4:10 ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രദീപം തെളിച്ചതോടെയാണ് വിവാഹങ്ങൾക്ക് തുടക്കമായത്. 437 വിവാഹങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇതാദ്യമായാണ് ഒരു ദിവസം ഇത്രയധികം വിവാഹങ്ങൾക്ക് ഗുരുവായൂർ വേദിയാകുന്നത്. ഷബാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. ഷബാസ്, ഗുഡ് മോർണിംഗ്. കല്യാണ മേളമാണ് അവിടെ നടക്കുന്നത്. 437 വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിവാഹത്തിന് എത്ര സമയം കിട്ടുമെന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ആകാംക്ഷയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? അശ്വതി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നടക്കുന്നത് ഒരു വിവാഹ മാമാങ്കം തന്നെയാണ്. അത്തരത്തിൽ വലിയ ഒരുപാട് കല്യാണങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ തുടങ്ങിയതാണ്. 437 കല്യാണങ്ങൾ ഒരു ദിവസം നടക്കുക എന്ന് പറയുന്നത് അത് ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ഇതിനു മുമ്പ് 2024 സെപ്റ്റംബർ 8-നാണ് 354 വിവാഹങ്ങൾ നടന്നിട്ടുള്ളത്. അതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. പക്ഷേ ഇന്ന് ആ റെക്കോർഡുകളെല്ലാം ഭേദിച്ചുകൊണ്ട് 437 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. പുലർച്ചെ 4 മണി മുതൽ തുടങ്ങിയതാണ്. 4 മണിക്ക് മംഗളവാദ്യത്തിൻ്റെ അകമ്പടിയിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹൻ കുമാർ, പഴയങ്ങാടി സ്വദേശിനി വിദ്യാനന്ദന് താലി ചാർത്തിയാണ് ഇന്നത്തെ 437 വിവാഹങ്ങൾക്കും തുടക്കം കുറിച്ചത്. ഇപ്പോൾ 6 ഈ മണ്ഡപങ്ങളിലായിക്കൊണ്ട് വിവാഹങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. എത്രയും പെട്ടെന്ന് ആളുകളെ ടോക്കൺ കൊടുത്ത് ഇരുത്തുന്നു. ഊഴം എത്തുന്നതനുസരിച്ച് ആളുകളെ ഓരോരുത്തരെ വിളിക്കുന്നു, മണ്ഡപത്തിലേക്ക് കയറ്റുന്നു. എത്രയും പെട്ടെന്ന് വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി അടുത്ത ആളുകൾക്ക് അവസരമൊരുക്കുന്നു. അങ്ങനെ അതിവേഗത്തിലുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നിരവധി ബന്ധുക്കളും അവരുടെ വധൂവരന്മാരുടെ ആളുകളും ഒക്കെയായി ക്ഷേത്രം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. 437 വധൂവരന്മാരും അവരുടെ ബന്ധുക്കളും എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം അഭൂതപൂർവമായൊരു തിരക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ചെയർമാൻ AV ഗോപിനാഥ് ഉണ്ട്. ഇന്നിപ്പോൾ 4 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പം എത്ര വിവാഹമായിട്ടുണ്ട്? 437 വിവാഹമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 137 കഴിഞ്ഞു. 137 ഇതുവരെ 137 വിവാഹം കഴിഞ്ഞു. 2 മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ടാവും. 137 2 മണിക്കൂറിൽ 137 വിവാഹം കഴിച്ചു. കൃത്യമായി 4 മണിക്ക് നട തുറന്നു. 3 മണിക്ക് ഞങ്ങളത് കല്യാണം ആരംഭിച്ചു. എല്ലാവിധ സൗകര്യം എല്ലാവരും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസ്, ദേവസ്വം ജീവനക്കാർ, ഞങ്ങളുടെ സ്റ്റാഫുകൾ എല്ലാവരും വളരെ ആക്റ്റീവാണ്. ഇന്ന് ഹോളിഡേ ആയിട്ടും ഗുരുവായൂരിലെ എല്ലാ ജീവനക്കാരും ഓരോ ജോലി ഏൽപ്പിച്ച് നടക്കുന്നുണ്ട്. വെള്ളം കൊടുക്കേണ്ടവർ വെള്ളം കൊടുക്കുന്നുണ്ട്. വയസ്സായവരെ വണ്ടിയിൽ കൊണ്ടുവന്ന് കല്യാണത്തിന് കയറ്റാനിരിക്കുന്നുണ്ട്. ഇത്രയും ബഹുജന പിന്തുണ നൽകിയ ഒരു വിവാഹം ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ജനങ്ങളെല്ലാം തൊഴുകാൻ വരുന്നവർ നിയന്ത്രണമായി, അവർ സ്വയം വന്നിട്ടില്ല. വന്നവരൊക്കെ ആ രീതിയിൽ അവർ തൊഴുന്നു. ഇതിൽ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ നടക്കുന്നു. ഗുരുവായൂരിൻ്റെ ചരിത്രം ജനങ്ങൾ ഇത്രയും സഹകരിച്ച ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ജനങ്ങളാണ് ഈ പരിപാടിയുടെ ഇന്നത്തെ കല്യാണത്തിൻ്റെ വിജയം. 2024 ഏറ്റവും കൂടുതൽ കല്യാണം, പിന്നെ ഇന്നാണ്. ഇത് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ മുഹൂർത്തവും ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതാണ് ചെയർമാൻ പറയുന്നത് പോലെ തന്നെ എല്ലാവരും വളരെ സഹകരണത്തോടു കൂടിയാണ് നടക്കുന്നത്. 437 കല്യാണങ്ങൾ എന്ന് പറയുമ്പോൾ വലിയൊരു തിരക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടാകും. ആ തിരക്ക് നിയന്ത്രിക്കാൻ, എല്ലാവർക്കും സുഗമമായി കാര്യങ്ങൾ നടത്താൻ, എല്ലാവർക്കും ആ ചടങ്ങുകൾ പങ്കെടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 137 വിവാഹങ്ങൾ 2 മണിക്കൂറിൽ കഴിഞ്ഞു. അതായത് പുലർച്ചെ 4:10 കൂടി തുടങ്ങിയ വിവാഹങ്ങളാണ്. ഇപ്പോൾ ഏകദേശം 137 വിവാഹങ്ങൾ കഴിഞ്ഞു എന്നാണ് ചെയർമാൻ അറിയിക്കുന്നത്. അത്രത്തോളം വേഗത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഓരോരുത്തരും ഈ മണ്ഡപത്തിലേക്ക് ചടങ്ങുകൾ എത്രയും വേഗം പൂർത്തിയാക്കിക്കൊണ്ട് മണ്ഡപത്തിൽ നിന്നിറങ്ങി അടുത്ത ആളുകൾക്ക് അവസരമൊരുക്കുന്നു. അത്തരത്തിൽ അതിവേഗത്തിലുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നു. എല്ലാവിധ സഹകരണങ്ങളും എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. വധൂവരന്മാരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാവിധ സഹകരണങ്ങളും കൂടി അതിവേഗത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. എന്തായാലും വലിയ റെക്കോർഡാണ് ഗുരുവായൂരിൽ വന്നിരിക്കുന്നത്. 437 കല്യാണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുവരെ ഇത്രത്തോളം കല്യാണങ്ങൾ ഉണ്ടായിട്ടില്ല. 350-ൽ താഴെ മാത്രമാണ്, 350ഓളം മാത്രമാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായി വന്നത്. ഇപ്പോഴെന്തായാലും അത് 437ലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ചിങ്ങമാസത്തിൽ ശുഭമുഹൂർത്തത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കല്യാണം കഴിക്കാൻ സമയം തിരഞ്ഞെടുക്കുന്നു. അത്തരത്തിൽ ഈ തിരഞ്ഞെടുത്തുകൊണ്ട് ആദ്യത്തെ ചിങ്ങമാസത്തിലെ 3 ഞായറാഴ്ചകളിലും വലിയ തിരക്കാണുള്ളത്. ഇന്ന് 437 വിവാഹങ്ങളും, ഓഗസ്റ്റ് 30-ന് 342 വിവാഹങ്ങളും, സെപ്റ്റംബർ 13-ന് 328 വിവാഹങ്ങളുമാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വരും ആഴ്ചകളിൽ ഇനിയും വിവാഹങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഒരു ചിങ്ങമാസത്തിൽ വലിയ റെക്കോർഡ് കല്യാണം നടക്കുന്നു. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിറങ്ങുന്ന ഒരു വധൂവരന്മാരുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. പേരെന്തായിരുന്നു? അഭിഷേക്. എവിടെ സ്ഥലം? എവിടെ? അഭിഷേക്. സ്ഥലം തിരുവനന്തപുരം.
അങ്ങനെ പല ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തുനിന്ന്, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി വധൂവരന്മാർ നമുക്ക് കണ്ടാൽ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം. ആ 5 മണ്ഡപങ്ങൾ നേരത്തെ ഉള്ളതുണ്ട്. ഒരു മണ്ഡപം പുതുതായി ഒരുക്കിയിട്ടുണ്ട്. അത് സ്ഥിരമായിട്ടുള്ളൊരു മണ്ഡപമാണ്. ഇതാ മറ്റൊരു വധൂവരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എവിടെയായിരുന്നു സ്ഥലം? എവിടെ സ്ഥലം? എവിടെ? തൃശ്ശൂർ. പേരെന്താ? അനൂഷ്. രശ്മി. 437 കല്യാണങ്ങൾ നടക്കുന്നത്. അതിലൊന്നാണ് നിങ്ങൾ. അതെ അതെ, സന്തോഷം. അപ്പോൾ ആ വധുവരന്മാരൊക്കെ ഓരോരുത്തരായി കല്യാണം കഴിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഒരു മണ്ഡപം പുതുതായി ഒരുക്കിയതാണ്. അത് സ്ഥിരമായി ഇവിടെ ഇനി ഗുരുവായൂരിൽ ഉണ്ടാക്കുമെന്നാണ് ചെയർമാൻ അടക്കം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 6 മണ്ഡപങ്ങളിലായാണ് ഈ വിവാഹ ചടങ്ങുകൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 4:10 കൂടിയാണ് ആദ്യം ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഈ 2 മണിക്കൂറിടെ തന്നെ ഏകദേശം 140ഓളം വിവാഹങ്ങളാണ് കഴിഞ്ഞത്. അതിനിടയിൽ ഉഷപൂജയ്ക്കായി ഒരു 20-25 മിനിറ്റോളം നട അടച്ചിട്ടിരുന്നു. ആ സമയത്ത് വിവാഹങ്ങൾ നടന്നിട്ടില്ല. ഗുരുവായൂരിൽ മുഹൂർത്തം എന്ന് പറയുന്നത് നട തുറക്കുന്ന സമയത്താണ് വിവാഹങ്ങൾക്കുള്ള മുഹൂർത്തം. നട അടച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കില്ല. അങ്ങനെ ഒരു 20-25 മിനിറ്റോളം ആ വിവാഹങ്ങൾ നടന്നില്ല. ഏകദേശം എന്തായാലും 2 മണിക്കൂറിനിടെ 140-150ഓളം വിവാഹങ്ങൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അതിവേഗത്തിൽ മണ്ഡപത്തിലേക്ക് എത്തുന്നു. ടോക്കൺ അനുസരിച്ച് മണ്ഡപത്തിലേക്ക് എത്തിക്കൊണ്ട് അവർ തിരിച്ചിറങ്ങി പോകുന്നതാ. മറ്റൊരു വധുവരനുണ്ട്. എന്താ പേരെന്താ? അനഘ. പേരെന്താ? ഗോകുൽ. എവിടെ സ്ഥലം? എവിടെ? നിലമ്പൂർ. 437 കല്യാണങ്ങൾ ഇന്ന് നടക്കുന്നത്. അതിലൊന്നാ നിങ്ങളുടെ റെക്കോർഡ് കല്യാണം. അതെ അതെ അതെ, റെക്കോർഡിന്റെ ഭാഗമായി റെക്കോർഡിന്റെ ഭാഗമായി സന്തോഷം, നല്ല സന്തോഷമായി. അപ്പോൾ എന്തായാലും ആ റെക്കോർഡിന്റെ ഭാഗമായതിന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ്. നിലമ്പൂരിലെത്തിയ വധുവരന്മാരാണ്. ആ 437 കല്യാണങ്ങളിൽ ഒന്ന് അവരുടെയായിരുന്നു. അപ്പോൾ ആ സന്തോഷം അവർ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം ഇത്രത്തോളം തിരക്ക്. 437 വധുവരന്മാരും അവരുടെ ബന്ധുക്കളും ഈ ഫോട്ടോഗ്രാഫർമാരും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും കൃത്യമായ ഒരുക്കങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ ആ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതിവേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. ഓരോരുത്തരും ഊഴമനുസരിച്ച് വരുന്നതനുസരിച്ച് അവർക്ക് ടോക്കൺ കൊടുത്തിരുത്തുന്നു. ആ ടോക്കൺ പ്രദർശിപ്പിക്കുന്നതനുസരിച്ച് ആളുകൾ ഓരോരുത്തരായി മണ്ഡപത്തിലേക്ക് കയറുന്നു. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ആ വിവാഹം പൂർത്തിയാക്കിക്കൊണ്ട് തിരിച്ച് ആ മണ്ഡപം വിട്ടിറങ്ങുന്നു. അങ്ങനെ അടുത്ത ആളുകൾക്കായിരുന്നു. അങ്ങനെയാണ് ഇത്രയും എന്തായാലും 140-150ഓളം വിവാഹങ്ങൾ ഇത്രയും സമയം കൊണ്ട് ഇവിടെ കഴിഞ്ഞത് എന്നാണ്. നമുക്ക് ആ ബന്ധുക്കളെയും നാട്ടുകാരെയും അവരുടെ ആളുകളെയും ഒക്കെ കാണാം. ഈ ക്ഷേത്രത്തിന് പുറത്ത് മുഴുവൻ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ബഹളമാണ്. അതായത് വരുന്ന വധുവരന്മാർ കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിനും മറ്റുമൊക്കെ തിരക്കിലാണിത്. ഈ ഭാഗത്ത് കൂടിയാണ് ടോക്കൺ അനുസരിച്ച് ആളുകളെ ഓരോരുത്തരായി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ടോക്കൺ വെച്ച് ആളുകൾ കയറി നേരെ വരുന്നത് മണ്ഡപത്തിലേക്കാണ്. ഒരു സമയവും എവിടെയും പാഴാക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായി കൊണ്ട് ആ ടോക്കൺ അനുസരിച്ച് നേരെ വരുന്നവരെ മണ്ഡപത്തിലേക്ക് കയറ്റുന്നു. ഒരു മനോഹരമായ കാഴ്ചയാണ് ഇന്ന് ഗുരുവായൂരിൽ എത്തുന്നവർക്ക്. ഞായറാഴ്ചയാണ്, നല്ല തിരക്ക് അല്ലാതെ തന്നെ ഉണ്ട്. അപ്പോൾ ഗുരുവായൂരിൽ എത്തുന്നവർക്ക് കണ്ണ് നിറയെ കണ്ണനെയും കാണാം, കണ്ണ് നിറയെ കല്യാണവും കാണാം.